സഖരിയാവ് 4:6. സഖരിയാവ് 4:6 ഇങ്ങനെ വായിക്കുന്നു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പ്രധാനമായിട്ട് നാം ഓർപ്പിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഏതൊരു കാര്യവും നമ്മുടെ മാനുഷികമായ എഫോർട്ടിനാൽ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫിൽ നടക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതിയും പ്ലാനുകളും ഉണ്ട്. അപ്പൊ ആ ദൈവിക പദ്ധതികളെ നിറവേറ്റപ്പെടേണ്ടതിന് നമ്മൾ മാനുഷികമായ നിലകളിൽ നമ്മൾ ഇടപെടുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇഫോർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സെരുബാബേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി അവനെ ഏൽപ്പിച്ചിട്ട് കർത്താവിന്റെ ആത്മാവ് സെരുബാബേലിനോട് പറയുന്ന കാര്യമാണ്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാലാണ് ആ പണി നടക്കുന്നത്. ഒരു ദൈവവേദന ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന പണികൾ, ദൈവം ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ കഴിവുകളും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മളെ കൊണ്ട് നമ്മൾ മടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടയേർഡ് ആകുന്നു എന്ന് വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലോട്ട് അടുത്തു വരുന്നത് അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. അതിനിപ്പുറം നമ്മളെ ആവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇടപാട് വെച്ച്, നമ്മുടെ സാമ്പത്തിക പ്രൊവിഷൻസ് വെച്ച്, അതൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അതെല്ലാം അസ്ഥാനത്താകുന്ന ഒരു സമയത്ത് പലപ്പോഴും പലരും ദൈവത്തിലോട്ട് കടന്നു വരുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. പല കാര്യങ്ങളും നടക്കാതെ വരുന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവിന്റെ ആത്മാവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെ, പലതിൻ്റെയും റൂട്ട് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ എസ്പെഷ്യലി പറയുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തടസ്സങ്ങൾ, ചിലതിനോടൊക്കെ പ്രതിരോധിക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ നിൽക്കുന്ന ചില ഒരു സ്റ്റാഗ്നേഷൻ എന്നൊക്കെ പറയും. ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ താമസിച്ച് കിടക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചില വിഷയങ്ങളുടെ മധ്യേ, പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, പലരുടെയും വിവാഹമൊക്കെ താമസിച്ചു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഡെലിവറൻസ് നടക്കേണ്ട പല കാര്യങ്ങളെയും നമ്മൾ ഫിസിക്കലി കാണുമ്പോൾ, ഫിസിക്കലി നമ്മൾ അതിനോട് ഇടപെടുമ്പോൾ അതിന്റെ റൂട്ട് അവിടെ അല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. അതേസമയം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം റൂട്ട് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്, ആത്മീയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ആത്മീയമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ കാണാത്ത ലോകത്തുമായിട്ട്, നമ്മളുമായിട്ട് അദൃശ്യ മണ്ഡലത്തിൽ അതിന്റെ റൂട്ട് കിടക്കുന്നത് കൊണ്ട് ആത്മാവിൽ പോരാടുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ആ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അവിടെയാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് വരുന്നത്. കാരണം നമ്മൾ ജഡത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണം, കർത്താവെ ഇന്ന ആഗ്രഹം ഇന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ കർത്താവെ കാര്യങ്ങൾ നടക്കണം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് വചനം എങ്ങനെയാ പറയുന്നത്, നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും സത്യത്തിൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ച് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ചില വിഷയങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കും. അതേസമയം മാനുഷികമായ നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, വിടുതൽ നേടേണ്ട വിഷയങ്ങളെല്ലാം നമ്മൾ ഡെനി ചെയ്തു പോകും. നമുക്കവിടെ പ്രാർത്ഥിക്കാൻ സമയം എടുക്കത്തില്ല. അപ്പോൾ പല വിഷയങ്ങളും നമുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ചില വചനങ്ങളെ കൂടെ ദൈവസേനയിൽ പറയാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനം 127:1 പറഞ്ഞു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും
നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നത്, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നത് വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പൊ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ ഒരു ഇഫോർട്ട്ലെസ് ആയിട്ടുള്ള കാര്യത്തിൽ ഇവിടെ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് അധ്വാനിച്ച്, നമ്മൾ ഒരുപാട് പ്രയത്നിച്ച്, ഒരുപാട് സ്ട്രെസ്ഡായി, ഒരുപാട് നമ്മൾ ഹെവി ആയിട്ട് പല ഭാരങ്ങളെയും ചുമക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവന്റെ ജീവിതത്തിലുള്ള ബന്ധത്തില് തന്റെ പ്രിയവൻ അത് ഉറക്കത്തിൽ കൊടുക്കും. ഒരു ഇഫോർട്ട്ലെസ് ആയിട്ട് ആ കാര്യങ്ങളെ നേടിയെടുക്കണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, അവനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് ഉറക്കത്തിൽ അവന്റെ കൈകൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഇഫോർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ ലൈഫിലോട്ട് ആ ബ്ലെസ്സിങ്ങൾ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേസമയം യഹോവ വീട് പണിയാതിരുന്നാൽ, കർത്താവ് ആ വിഷയത്തിന് മധ്യേ കൈ വെക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറുതെയാണെന്നർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ചില പണികളൊക്കെ നമ്മൾ ചെയ്യുന്ന പണികളുണ്ടെങ്കിൽ കർത്താവിന്റെ കാര്യങ്ങളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒരുപാട് ഭാരത്തോടെ എടുത്ത് തലയിൽ വെക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്നു മുതൽ അത് നിർത്തിയിട്ട് ആത്മാവിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. അങ്ങനെ ആകുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മൾ ലൈഫിൽ വെളിപ്പെട്ട് കാണാൻ തുടങ്ങും. സ്തോത്രം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒബീഡിയൻസ് ആണ്. ദൈവത്തെ ഒബേ ചെയ്യാനുള്ള ഒരു മൈൻഡ്. ഞാനിപ്പോ എന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിലോട്ട് എന്നെ ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ച ആദാമിന്റെ ഒബീഡിയൻസിനെ കുറിച്ച്. ഒബേ ചെയ്തില്ല, ആ കപ്പിൾ ഒബേ ചെയ്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നിന്ന് അവർ മാറിപ്പോയി. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് തന്നൊരു ചിന്തയാണ്. ദ ഫസ്റ്റ് എന്താ പറയാ, ആദ്യ പിതാക്കന്മാരെന്ന് പറയുന്നവർ അവർ തെറ്റിപ്പോയത് അവിടെയാണ്. ഒബേ ചെയ്യുന്നത് തെറ്റിപ്പോയി. ചെറിയ കാര്യം ദൈവം പറഞ്ഞ ആ കമാൻഡ്മെന്റ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കർത്താവെ അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവർ ആ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയത് ഒരു ചെറിയ ഡിസൊബീഡിയൻസിന്റെ പിന്നാലെ അവരെ വലിയ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. പിന്നീടുള്ള മനുഷ്യകുലം മുഴുവൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളുടെ ചെറിയ ചെറിയ എന്താ പറയാ അനുസരണക്കേടുകൾ വലിയ ദൈവിക പദ്ധതികളെ നമ്മളിൽ മാറ്റിക്കളയും, നമ്മുടെ തലമുറകളിൽ നിന്ന് മാറ്റിക്കളയും. എന്നാൽ ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നാം ജാഗരിക്കുമ്പോൾ, സ്തോത്രം, സ്പിരിച്വൽ റൂട്ടിന് നമ്മൾ കുലുക്കാൻ തുടങ്ങും. സ്തോത്രം. നമ്മൾ അറിയാതെ നമ്മുടെ മനുഷ്യർ കടന്നു ചെല്ലേണ്ടുന്ന മണ്ഡലങ്ങൾ, റെലംസിൽ കടന്നു ചെന്നിട്ട് അതിന്റെ റൂട്ട് കോസിനെ വെട്ടി പ്രാർത്ഥിക്കും. അതിന്റെ റൂട്ട് കോസിനെ വെട്ടാൻ തുടങ്ങുമ്പോൾ കുലുങ്ങാത്ത മണ്ഡലങ്ങൾ കുലുങ്ങും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിലുള്ള പ്രാർത്ഥനകളായിരിക്കട്ടെ. സ്തോത്രം. മാനുഷികമായ ജൽപ്പനങ്ങളല്ല. കർത്താവേ എനിക്ക് ഇന്ന വിഷയത്തിൽ മറുപടി വേണം, ഓക്കെ, അതൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എപ്പോഴും ആത്മാവിൽ സംസാരിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ചിലതിന്റെ ആത്മീക റൂട്ടുകളെ ആത്മാവിൽ വെട്ടുവാൻ തക്കവണ്ണമുള്ള അധികാരമുള്ള അഭിഷേകമുള്ള നാവിനോടെ കർത്താവിന്റെ സ്ഥിതി കടന്നു ചെല്ലുന്നുവെങ്കിൽ, സ്തോത്രം, നമ്മൾ അറിയാത്ത ആത്മീക അനുഗ്രഹങ്ങളെ, ബ്ലെസ്സിങ്ങുകളെ, ഇതുവരെയും കുലുങ്ങാത്ത ചില വിഷയങ്ങളൊക്കെ തമ്പുരാൻ കുലുക്കുന്നത് കാണുവാൻ, ഇതുവരെയും തൊടാൻ കഴിയാത്ത, അടുത്തുപോലും ചെയ്യാൻ കഴിയാത്ത പലരും പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങളുടെ മധ്യേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. സ്തോത്രം. ആത്മാവിൽ നിങ്ങളൊന്ന് കയറി ചെന്നേ. ഈ വെളിപ്പാടോടെ നിങ്ങൾ കയറി ചെല്ലണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാതെ കയറരുത്. ഇത് മനസ്സിലാക്കി, കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നത് ഇമോഷണലി അല്ല, ഇന്റൻഷ്യലി നിങ്ങൾ കയറി ചെല്ലാൻ തുടങ്ങിക്കേ. സ്തോത്രം. ദൈവത്തിന് വലിയ പദ്ധതികളെ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എത്ര പേര് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാനുണ്ട് എന്നതിലല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹ്യൂമൻ ഇഫേർട്ടിലല്ല. സ്തോത്രം. ആത്മാവിന്റെ ശക്തി, ആ ശക്തി നമുക്ക് ആർക്കും അളക്കാൻ കഴിയത്തില്ല. അത് നമ്മളിലോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മളുടെ പവറിനെ കുറിച്ച് നമുക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ തന്നെയാന്നുള്ള ഭാരമൊക്കെ നമ്മളെ വിട്ടുപോകും. കാരണം പരിശുദ്ധാത്മാവ്, ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ, സ്തോത്രം, അതിന് എഞ്ചിന്റെ കാര്യം മറന്നുപോയിട്ട് നമ്മൾ ആ കാറിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കണം, അതിൻ്റെ ഉള്ളിൽ എഞ്ചിനുണ്ട്, അതിനൊരു സ്വിച്ച് ഇട്ടല്ല അത് പ്രവർത്തിച്ച് കാറ് പൊക്കോളും. എന്ന് പറഞ്ഞതുപോലെ നമ്മളുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ ഉന്തൽ നിർത്തിയിട്ട്, നമ്മൾ വഹിക്കൽ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അതിന് പ്രവർത്തിക്കാൻ അനുവദിച്ച് ആത്മാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയ ദൈവ പ്രവൃത്തികളെ, പണികളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യേ അതിന്റെ റൂട്ട് കോസിന് ആത്മാവിൽ മനസ്സിലാക്കി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുണ്ട്. ആത്മാവിൽ പോരാടുവാൻ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഈ പകൽക്കാലം കർത്താവ് നമ്മെ ഒരുമിച്ച്